ഞങ്ങൾ രണ്ടുപേരുടെ നടക്കുകയാണ് ട്രാവലിംഗ് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് റൂം എടുക്കാം, പുറത്ത് പോയി റൂം എടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് റൂം കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു അങ്ങനത്തേക്ക് നീണ്ടിക്കഴിഞ്ഞ് കൈ ചൂണ്ടിക്കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ അബുദാബിക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം ടിക്കറ്റ് നോക്കി കഴിഞ്ഞപ്പം അവിടെ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടോ. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് പബ്ലിക്കിന് കഴിക്കാൻ വേണ്ടി ഇത് കൊല ഇങ്ങനെ താത്തിയിടുന്നതെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് ഓക്കെ കഴിഞ്ഞു. അയ്യൊക്കെ വേർക്കുക. നമ്മൾ സ്റ്റേ ചെയ്ത അവർക്ക് ഇത്രയും സൈസുള്ള കല്ലുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? മിക്കവാറും ഞങ്ങൾ ഗിംബലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. ഈ വീഡിയോ മസ്റ്റായിട്ട് കണ്ടിരിക്കട്ടോ. ഞങ്ങളുടെ ഫുൾ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എത്തിഹാദ് റെയിൽ ഇറങ്ങിയ സമയം വരെ അടിപൊളിയായിരുന്നു കേട്ടോ ട്രാവലിങ്. കാരണം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ എത്തിഹാദ് റെയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? ഞങ്ങൾ പറഞ്ഞത് എത്തിഹാദ് റെയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം പടപടപടയുന്ന ആൾക്കാരൊക്കെ എവിടേക്കോ പോയി. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടോ ആ മെട്രോ സ്റ്റേഷനിൽ. എവിടെ പോയി ഞങ്ങൾക്കറിയില്ല, എല്ലാവരും എവിടേക്കോ പോയി. പിന്നെ ഞങ്ങൾ ഓർത്ത് ഓക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഷാർജ ആണല്ലോ, അപ്പോൾ ഷാർജയ്ക്ക് പോകാൻ നോക്കുന്നു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എത്തിഹാദ് റെയിലിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട് ഇങ്ങോട്ടേക്ക്, ഇവിടെ ഫുജേറ ബസ് സ്റ്റേഷനിലേക്ക്. അപ്പം ഫുജേറ അങ്ങനെയാണ് നോർമലി എല്ലാവരും പറയുന്നത്. ഫുജേറ ബസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയപ്പം 8:30 അപ്പം അവിടുന്ന് പിന്നെ നമ്മൾ ഫുജേറ ബസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 8:45 ആവും ബസ്, ഷട്ടിൽ ബസ് എടുത്ത് പിടിച്ച് പോയാൽ. ലാസ്റ്റ് ബസ് ഷാർജയ്ക്കുള്ളത് 8:30. തിരിച്ച് ഞങ്ങൾ അബുദാബിക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം ടിക്കറ്റ് നോക്കി കഴിഞ്ഞപ്പം അവിടെ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടോ. ബ്രോ ഇവിടുന്ന് തിരിച്ച് ഇനി ടിക്കറ്റ് ഇല്ലേ? രാവിലെ ഉള്ളത് ഇല്ല, രാവിലെ 5:34 അല്ലേ? അത് ടിക്കറ്റ് ബുക്ക്ഡ് ആണോ, ഫുള്ളാണോ? ചെക്ക് ചെയ്യണ്ടേ? നമ്മൾ അവിടുന്ന് വേറെ മെട്രോ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ ആ ടൈമിങ്ങിൽ ഇല്ല. 8:30 ലാസ്റ്റ് മെട്രോ അങ്ങോട്ടേക്കുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക എത്തിഹാദ് റെയിലിൽ അവിടെ പെട്ടു, ഫുജേറ പെട്ടു. ഞങ്ങൾ ഇന്നേ വരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഫുജേറ. അവിടെ എന്താ ചെയ്യാന്നുള്ളത് നിൽക്കുമ്പം വേറെ ഒരു മല്ലു ഇതുപോലെ നമ്മുടെ പോലെ സോളോ ട്രിപ്പ് അടിച്ച് വന്ന കേട്ടോ ഒരു ലേഡി. സോളോ ട്രിപ്പ് അടിച്ച് അബുദാബിന്ന് വന്ന ആളായിരുന്നു. പുള്ളിക്കാരിയും ഇതേപോലെ പെട്ട് നിൽക്കുകയാണ്. തിരിച്ചുള്ള ടിക്കറ്റ് ഇല്ല. എവിടെ പുള്ളിക്കാരിയും ഫസ്റ്റ് ടൈമാണ് ഇത് ഫുജേറയില്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മളോട് എടുത്തെന്ന് ചോദിച്ചു, നമുക്കെന്നാ റൂംസ് ഷെയറിംഗിൽ എടുത്താലോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മള് പിന്നെ അത് അത്ര താല്പര്യപ്പെട്ടില്ല. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. മിക്കവാറും ഞങ്ങള് ഗിംബലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞങ്ങൾ വ്ളോഗിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ചിൽ ഔട്ട് ചെയ്ത് ഇതാക്കുന്ന കണ്ടിപ്പോ പുള്ളിയേരി വെച്ചാൽ നമ്മുടെ കൂടെ കമ്പനി അടിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളോട് ചോദിച്ചത്. പക്ഷെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞങ്ങൾ അതായത് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങുന്നു, നേരെ ഷാർജയ്ക്ക് പോകുന്നു. ഇപ്പൊ ആ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആയി. ബൈക്കോ അല്ലെങ്കിൽ ഷാർജയ്ക്കോ കാറിന് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് അറിയിക്കാം. അങ്ങനെ ടാക്സി എടുത്ത് പോകാൻ ടാക്സിന്റെ റേറ്റ് 200 ദർഹംസ് മിനിമം. 100 ദർഹംസ് മേളിൽ ടാക്സി വിളിച്ച് പോകുന്ന നമുക്ക് തീരെ അഫോർഡബിൾ ആണ്. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അങ്ങ് പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ആ ഞെട്ടിക്കുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞത്, 10 മണിയാവുമ്പോൾ സ്റ്റേഷൻ അടയ്ക്കും, അതിൻ്റെ ഉള്ളിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടുന്ന് ഒരു ചേട്ടനെ പരിചയപ്പെട്ടോ, ഒരു മലയാളിയായിരുന്നു. അത് ഞങ്ങളുടെ കോഴിക്കോടുകാരനായിരുന്നു. അതെ അതെ. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളോട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഇവിടെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് റൂം എടുക്കാം, പുറത്ത് പോയി റൂം എടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് റൂം കിട്ടുക എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഒരു അങ്ങനത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് അവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓക്കെ വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ നടക്കാണ്. രണ്ടുപേരുടെ ഡിസ്റ്റൻസ് കാണുമ്പോൾ അടുത്താണ്, നിയർ ബൈ. പക്ഷെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് ടാക്സി എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ നടന്ന് തീർക്കാനാണ് ചൂടാട്ടോ. നമുക്ക് നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് പോവാം. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം UAE ഏറ്റവും കൂടുതൽ ചൂടും ഹ്യൂമിഡിറ്റി ഉള്ളത് ഫുജേറയിലാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അബുദാബിയിലെയും ദുബായിലെയും ചൂട് പ്രതീക്ഷ ഫുജേറ കത്തുക, നിന്ന് കത്തുക. തീരെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി 5 മിനിറ്റ് നിന്നു കേട്ടോ, കാരണം അത്രയ്ക്ക് ചൂടാണ്. മലയാളിന്റെ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ അവരോട് നമ്മൾ ഇങ്ങനെ റൂംസിന്റെ കാര്യം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കാണുന്ന ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നതും പിന്നെ ഗൂഗിൾ ചെയ്തും നെറ്റ് സെർച്ച് ചെയ്തും കുറേ സ്ഥലത്ത് വിളിച്ചു കേട്ടോ, കുറേ ഹോട്ടൽസിൽ വിളിച്ചു. പക്ഷെ ഭയങ്കര റെന്റ് ആണ് കേട്ടോ എല്ലായിടത്തും. ആ ടൈം സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കും അല്ലേ, എല്ലാം ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ബുക്കിംഗ്
ബുക്കിംഗ് ആയിരുന്നു. എല്ലായിടത്തും വിളിക്കുമ്പോഴും ഫുള്ളി ബുക്ക്ഡ്. മാർക്കറ്റിൽ കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ കുറേ നേരം നിൽക്കുന്നത് മോശമല്ലേ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി, വീണ്ടും ഞങ്ങൾ ചെക്കിങ് തുടങ്ങി. ഞങ്ങൾ എന്നിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് പാത്തിൽ ലാസ്റ്റ് ഇരുന്ന് കേട്ടോ. ആൾക്കാർ വരുന്നവരും പോകുന്നവരൊക്കെ നോക്കുകയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അഭയാർത്ഥികളെ പോലെ 2 ബാഗും തൂക്കി ഞങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഞങ്ങൾ അത്രയും മടുത്തു. അങ്ങനെ ഞാൻ പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി ഓരോ ഹോട്ടൽസിലേക്ക് വിളിച്ച് ഓരോരുത്തരും പറയുന്നത് 340 ദിർഹംസ് പെർ ഡേ, ഒരു നൈറ്റ്, പെർ ഡേ അല്ല ഒരു നൈറ്റ് 340 ദിർഹംസും 250 ദിർഹംസ് ഒക്കെയാണ് എല്ലാവരും ഓരോരുത്തരായിട്ട് റേറ്റ് ഇങ്ങനെ പറയുന്നത് ഹോട്ടൽസിൽ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ. അപ്പം അതിന്റെ ഇടയ്ക്ക് ആൽബിന് നല്ലൊരു കുറച്ച് റേറ്റ് കുറവിൽ ഒരെണ്ണം കിട്ടിയല്ലേ. അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചപ്പോൾ ഒരു ആള് 240 പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ അവസാനം ലാസ്റ്റ് അവിടെ ടാക്സി നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലേ. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ ടാക്സി പോലും അവിടെ പോയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇത് ടാക്സി കിട്ടാത്ത സ്ഥലമാണെന്ന് ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ ടാക്സികൾ ഇഷ്ടം പോലെ വരുന്നതാണ്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ആ ഒരു സമയത്ത് ഒരൊറ്റ ടാക്സി പോലും പോകുന്നില്ലായിരുന്നു. അപ്പോൾ ആൽബിൻ ആ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ഇൻ ബിറ്റ്വീൻ പെട്ടെന്ന് ഒരു ടാക്സി കിട്ടി. അവര് പറഞ്ഞു 180 പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇല്ല, അപ്പൊ ഞാൻ അവരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. നമ്മള് അവരുടെ കോൺടാക്ട് നമ്പർ കണ്ടെത്തിയുള്ളൂ. ഇവരുടെ ഫോണിൽ അപ്പോൾ കോൺടാക്ട് നമ്പർ കിട്ടി. അങ്ങനെയാണ് ഒരു ടാക്സി വന്നത്. ടാക്സി വന്നപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കുന്നത്, അക്കോമഡേഷൻ പോലും ശരിയായിട്ടില്ല. ഞങ്ങൾ ചാടി കയറി. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു. ഞാൻ ആ ഹോട്ടലിന്റെ പേരും ഡ്രൈവറിനോട് പറഞ്ഞു. എന്നിട്ട് ആ വണ്ടിയിൽ ഇരുന്നിട്ടാണ് പിന്നെ അയാളെ വിളിക്കുന്നത്. ആദ്യ ആളെന്നോട് അതേ റേറ്റ് തന്നെ 240 തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പ്രീവിയസ്ലി കോൾ ചെയ്ത ആളാണ്, നമ്മളോട് 180 പറഞ്ഞതായിരുന്നു. അപ്പൊ ഓക്കെ, എന്നാ സാറിന് ഓഫർ പ്രൈസിൽ അത് തന്നേക്കാം, സാർ വരാൻ. എന്തോ ഭാഗ്യട്ടോ, ദൈവം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് കണ്ടു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഫുജേറ സെറ്റ് ചെയ്ത് നമ്മള് ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽ കണ്ടു കഴിഞ്ഞപ്പം അടിപൊളി ഹോട്ടൽ, നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല അവിടുത്തെ എന്താ കസ്റ്റമർ സർവീസ് ആയാലും അടിപൊളിയായിരുന്നു. റൂംസ് ആയാലും അത്യാവശ്യം അടിപൊളിയായിരുന്നു. എല്ലാം നമ്മള് നല്ല ഹോട്ടലിന്റെ പേര് ഹോട്ടൽ ബി അല്ലേ? ബി അങ്ങനെ എന്തോ ബി എന്നാണ്, ഹോട്ടൽ ബി എന്നാണ്. അപ്പൊ കഴിഞ്ഞപ്പോ ഞാൻ എന്നാ അനുവിന് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് ഫ്രഷ് അപ്പ് ആവാനൊക്കെ ആയിട്ട് പോയി. അപ്പൊ ഞാനൊന്ന് പുറത്തു പോയി. എങ്ങനെ നമുക്ക് അതുപോലെ രാവിലത്തെ എന്നാൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ നൂഡിൽസ് വാങ്ങാന്ന് വിചാരിച്ച് ഇറങ്ങി കുറച്ച് നടന്ന്. പിന്നെ എന്നാൽ കുറച്ച് വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു 200 മീറ്റർ നടന്നുണ്ടാവും. ഞാനപ്പത്തേയും വേർത്ത് കുടിച്ചു. നിങ്ങളത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ. അപ്പോൾ ഫുജേറയിലെ സ്ട്രീറ്റുകളിൽ അല്ല സിറ്റിയിലൂടെ എൻ്റെ ഒരു യാത്ര കണ്ടോ. നിങ്ങൾ നോക്കിയറിയാം, ഞാൻ നല്ലോണം വേർത്തിട്ടുണ്ട്. നല്ല ചൂടാ. നല്ല ചൂടിനേക്കാളും ഹ്യൂമിഡിറ്റിയാണ് ഭയങ്കര. കയ്യൊക്കെ വേർക്കുക. ഞാൻ ഇവിടുത്തെ ചൂട് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം എന്നോട് അനുവും അതുപോലെ കൊളീഗ്സൊക്കെ പറയുന്നത് ചൂടിൻ്റെ എക്സ്ട്രീമിലേക്ക് വന്നു കഴിയുമ്പം ഇതേ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അബുദാബിയും ഷാർജയൊക്കെ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. എങ്ങനെയാണ് പ്രവാസികൾ അല്ലേ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും ഈ ഒരു ചൂടത്ത്. പക്ഷെ ഇവിടുത്തെ വിൻ്റർ സീസൺ അടിപൊളിയാട്ടോ. നമുക്ക് ഏകദേശം ഊട്ടീൻ്റെ അത്രയും തണുപ്പില്ല, എന്നാൽ തണുപ്പുണ്ട്. നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റാണ്. അപ്പം ഞാനിങ്ങനെ റിട്ടേൺ നടക്കുക. ഒരു ഗ്രോസറി ഷോപ്സും ഇല്ല, അങ്ങനെ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ തിരിച്ചു വന്ന് ഞങ്ങൾ ഫ്രഷ് അപ്പ് ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എടുക്കണം. അതിനെക്കുറിച്ച് നമ്മളെ സിറ്റുവേഷൻസ് എല്ലാം പറഞ്ഞു അവിടെ തന്നെ എടുക്കണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ്, അതായത് അന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. കാരണം വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ നാളെ അറ്റ്ലീസ്റ്റ് വരുന്നവർക്ക് പോലും ഇത് ഉണ്ടാവരുത്. കാരണം ഞങ്ങൾ നോക്കിയിട്ട് ഒരു മനുഷ്യൻ പോലും ഇത് ആഫ്റ്റർ എന്താന്നുള്ള ഇട്ടിട്ടില്ല. ആഫ്റ്റർ അവരെന്താ ഫേസ് ചെയ്യുന്നതെന്നൊന്നും ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഫുൾ ചെക്ക് ചെയ്യുമല്ലോ. അതായത് എന്താണ് ഇവിടുത്തെ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷെ നമ്മളതൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ എല്ലാവരും ഇതിൽ കയറിയിട്ടുള്ള എത്തിഹാദ് റെയിലിൽ കയറിയിട്ടുള്ള അവിടെ സൗകര്യങ്ങളും അതൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസിനെ പറ്റി, അത് കഴിഞ്ഞ് നമ്മൾ നേരിടാൻ പോകുന്ന സിറ്റുവേഷൻസ്, പ്രശ്നങ്ങളെ പറ്റി ഒന്നും രാവിലെ എണീറ്റ് ഡ്യൂട്ടി ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് കട്ടൻ ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വ്യൂ, അടിപൊളി വ്യൂ. അത് ഞെട്ടിച്ചിട്ടോ ഞങ്ങളെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് അറിയത്തില്ല, ഞങ്ങള് സ്റ്റേ ചെയ്ത ഒരു ഹോട്ടലിലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ചുമ്മാ കർട്ടൻ മാറ്റി കഴിഞ്ഞോ നമ്മുടെ ഫ്രണ്ടേജ് ബീച്ച്, അടിപൊളി ബീച്ച് വ്യൂ ആയിരുന്നു കേട്ടോ.
നല്ല സൂപ്പറായിരുന്നു. പിന്നെ അത് മാത്രമല്ല അടുത്തടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകള്, വില്ലാസ് കേട്ടോ, വില്ലാസ്. അതിന്റെ നടുക്ക് നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂൾ. എനിക്ക് തോന്നുന്നു ഈവനിങ് ആകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഒരു എന്താ സൊസൈറ്റി എല്ലാവരും കൂടെ അവിടെയാണ് കൂടുതൽ തോന്നുന്നത്. നമ്മൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പം നമ്മൾ പിറ്റേ ദിവസം കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ, എത്രയായി പൈസ. ഓക്കെ, നമുക്ക് ഇത്ര ടിക്കറ്റിന് എത്രയായി, എമൗണ്ട് പോയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനുള്ള വഴികൾ കണ്ടു. രാവിലെ ഞങ്ങൾ തമ്മി അങ്ങോട്ട് എടി നമ്മള് ഇപ്പം ആലോചിച്ച് നോക്കി, നമ്മള് ഈ ഓഫർ പ്രൈസിലല്ല ടിക്കറ്റ്, ഈ മന്താണല്ലോ ഓഫർ ഉള്ളത്. അതെ, നമുക്ക് ഇനി അടുത്ത നമ്മൾ മന്ത് എടുക്കുമ്പോൾ ഈ 55 dirhams എന്നുള്ള 110 dirhams കൊടുത്തിട്ടാണ് നമ്മൾ ഒരു പെർ പേഴ്സൺ നമ്മൾ ബുക്ക് ചെയ്യുക, നോർമൽ സീറ്റിൽ കേട്ടോ. അപ്പം അതുപോലെ ടീമും നമുക്ക് ഈ റൂം എടുത്തൊക്കെ നമ്മൾ വെർത്തിയാന്ന് പറഞ്ഞ് തമ്മി പറഞ്ഞങ്ങടെ ആശ്വസിച്ചു. ആ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫുജേറ ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന എത്തിഹാദ് റെയിൽ രാത്രി കറങ്ങിയത്, അവിടുത്തെ ഹോട്ടൽ, ഇതാണ് ഞങ്ങളുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ കാര്യം. പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി നമുക്ക് ഫുജേറ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ നമ്മുടെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ ഉള്ള ഏതെങ്കിലും തപ്പി കണ്ടെത്തി അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണം. അപ്പം നമ്മൾ അതുകൂടെ കണ്ടെത്താൻ പോവാം. നമുക്ക് പോയിട്ട് വരാം. ഡേ ടൈമും നല്ല ഹ്യൂമിഡിറ്റി കേട്ടോ, നല്ല ചൂടുണ്ട്. ഇന്ന് റോഡ് ക്രോസ് ചെയ്ത് ബീച്ചിൻ്റെ അവിടെ വരെ പോയി നോക്കാം. ഈന്തപ്പനൊക്കെ നിറഞ്ഞ് കൊലച്ച് നോക്കുക കേട്ടോ. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് പബ്ലിക്കിന് കഴിക്കാൻ വേണ്ടി ഇത് കൊല ഇങ്ങനെ താത്തിയിടുന്നതെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. അവിടെ ക്യാരവനിൽ ആൾക്കാർ സ്റ്റേ അടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയി നമ്മൾ സ്റ്റേ ചെയ്ത ബിൽഡിങ് ഇതാട്ടോ, ഇതിൻ്റെ 7th ഫ്ലോറിലാണ് നമ്മുടെ റൂം. ഇതിൻ്റെ ഫ്രണ്ടേജ് തന്നെ കേട്ടോ, അതായിട്ട് വരും നമ്മുടെ. നമുക്ക് നടക്കാം. നല്ല ചൂട് എൻ്റെ പൊന്നെ. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. കല്ലും മണലെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലേ എന്ന് എനിക്കറിയില്ല. പോലീസ് പിടിക്കുമോ? എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഉള്ളിലേക്ക് കടൽപ്പാലങ്ങളുണ്ട് കേട്ടോ. ബീച്ച് നോക്ക്, നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. വെള്ളം നല്ല നല്ല ക്ലിയർ വാട്ടർ കേട്ടോ. പിന്നെ നമ്മുടെ പോലെ കടലിന് എന്തൂരം നമുക്ക് ഉള്ളിലേക്ക് നടക്കാൻ പറ്റുമെന്നൊന്നും പറയത്തില്ല. ചിലപ്പം ഒരു പോയിന്റ് ഓഫ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഫുൾ ഡെപ്തായിരിക്കും താഴേക്ക്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അറിയാത്ത ബീച്ചിലൊന്നും പോയിട്ട് നിങ്ങൾ ഇറങ്ങാൻ നിൽക്കരുത്. അത് ഞങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അടിപൊളി. ഇവിടെ ക്യാരവാനൊക്കെ അടിച്ച് ഫിഷൊക്കെ ഗ്രില്ല് ചെയ്തിവിടെ നൈറ്റ് ഇരിക്കുന്ന ആലോചിക്കും. ക്ലൈമറ്റ് കൂടി അടിപൊളിയാണല്ലേ. ഇതെങ്ങനെയായിരിക്കും ഇവർ പാറക്കല്ലൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? ഞാൻ ഇതുവരെ UAE വന്നിട്ട് കോറിയ പാറക്കച്ചുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇത്രയും സൈസുള്ള കല്ലുകളൊക്കെ ഇവിടെ നിന്നാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലത്തെ പാറക്കല്ല കേട്ടോ. പക്ഷെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കഷ്ണം പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. എന്നാ ക്ലീനാണോ. ആൾക്കാരുടെ സിവിക് സെൻസും പിന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് റൂൾസും കാരണമാണ് ഇത് ഇങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. തമിഴ്നാട് റെസ്റ്റോറൻറ്റ് നമ്മുടെ ഹോട്ടലിനോട് ചേർന്നുണ്ടായിരുന്നു. അവിടെ കയറി ഞാൻ നോക്കിയപ്പം അനുവിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ചെട്ടിനാട് ബിരിയാണി അവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരക്കൂടി ചെട്ടിനാട് ബിരിയാണി. ഞാൻ കർണാടകയുള്ളവർക്ക് ഒരു നൊസ്റ്റാൾജി ആയിരിക്കും കേട്ടോ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ. അത് നമ്മുടെ കർണാടകയിലെ ബിരിയാണി. അതെ, ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് നമ്മുടെ നാട്ടിലെ ബിരിയാണിനേക്കാൾ എനിക്കിഷ്ടം കുറച്ചുകൂടെ തമിഴ്നാടുകാരുടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഒരു കോമഡി ഉണ്ടായി. ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ ഞങ്ങൾ ഇങ്ങനെ വന്നായിരുന്നു. പുള്ളിക്കാരൻ നല്ല ടോക്കറ്റീവ് ആയിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു വ്ളോഗിങ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ചെറിയ യൂട്യൂബറാണ്, വന്ന എൻ്റെ കടയിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ, അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
അപ്പോൾ പിന്നെ ഞാൻ ആദ്യം പേ ചെയ്തിരുന്നു, ഫുഡിൻ്റെ എമൗണ്ട് പേ ചെയ്തിരുന്നു. അപ്പം ഇയാൾ വെള്ളം പറഞ്ഞിട്ട് വാട്ടറിൻ്റെ ബില്ല് നമ്മുടെ ഇത് പിടിച്ചിട്ട് എടുത്തില്ലായിരുന്നു. ഞാൻ അയ്യോ ഇത് പേ ചെയ്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മലയാളികളുള്ള സ്നേഹം കൊണ്ടാണോ മേ ബി ഇത് ഞങ്ങൾ ഈ ഒരു അറിയില്ല. പുള്ളിയാരെ നമ്മളോട് പൈസ മേടിച്ചില്ല. അറ്റ്ലീസ്റ്റ് ആള് നമ്മളെ തന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. വളരെ താങ്ക്ഫുൾ ആണ് ആളോട്. നിങ്ങൾ എവിടുന്ന കാണുന്നതെന്ന് കൂടെ അറിയട്ടെ. ദുബായ് സൈഡിലുള്ളവരാണെങ്കിൽ ഒന്ന് അതെ, ദുബായ് സൈഡിലാണെങ്കിൽ അത് ഓരോ ഏത് എമിറേറ്റിലാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൾക്കാരെ നമ്മുടെ വീഡിയോസ് എവിടെ വരെ എത്തുന്നുണ്ടെന്ന് അതെ നമുക്ക് അറിയാനുള്ള ഇതുണ്ട്. ക്യൂരിയോസിറ്റി. ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഇതുപോലെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തോ. പിന്നെയും ബൈ.